വേമ്പനാട് കായലിന്റെ തീരത്ത് ഞങ്ങൾ ബോട്ടും കാത്തു നിൽക്കുകയായിരുന്നു. ശാന്തമായ കായലിന്റെ വെള്ളത്തിന് ഒരു പ്രത്യേക നീലിമയായിരുന്നു. സൂര്യരശ്മികൾ ആ വെള്ളത്തിൽ തട്ടിത്തെറിച്ച് മിന്നിത്തിളങ്ങുന്നത് കാണാൻ വല്ലാത്തൊരു ഭംഗി. ഞങ്ങൾ ബോട്ടിൽ കയറി യാത്ര ആരംഭിച്ചപ്പോൾ ഇഴാമ്പലുകളെയും നീർക്കാക്കകളെയും ഒക്കെ കണ്ടത് ഒരു പുതിയ അനുഭവമായി. ചിലപ്പോൾ കൂട്ടമായി പറക്കുന്ന പക്ഷികളും ഒറ്റയ്ക്ക് നീങ്ങുന്ന പക്ഷികളും ഞങ്ങളുടെ കണ്ണിന് വിരുന്നേകി. കായലിന് നടുവിലുള്ള ചെറിയ ചെറിയ ദ്വീപുകൾ പ്രകൃതിയുടെ മനോഹരമായ സൃഷ്ടികളായി തോന്നി. ഈ യാത്രയുടെ ഓരോ നിമിഷവും അവിടുത്തെ വെള്ളത്തിന്റെ ഭംഗിയും കാഴ്ചകളും ഞങ്ങളുടെ മനസ്സിൽ മായാതെ നിന്നു. ഞങ്ങൾ ബോട്ടിലൂടെയുള്ള യാത്രയിൽ കായലിന്റെ മനോഹാരിതയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മുന്നിലൂടെ ഒരു ബോട്ട് നീങ്ങിപ്പോയി. ആ ബോട്ടിലുള്ള ആളുകൾ ഞങ്ങളെ നോക്കി സന്തോഷത്തോടെ കൈ കാണിച്ചു. ഒട്ടും പരിചയമില്ലാത്ത ആളുകളായിരുന്നിട്ടും അവരുടെ സ്നേഹവും സൗഹൃദവും ഞങ്ങൾക്ക് വല്ലാത്തൊരു അനുഭൂതി നൽകി. ഞങ്ങളും തിരിച്ച് കൈവീശി കാണിക്കുകയും ആ നിമിഷങ്ങൾ മനസ്സിൽ പതിപ്പിക്കുകയും ചെയ്തു. കായലിന്റെ ഭംഗിയും ഇത്തരം ചെറിയ സന്തോഷങ്ങളും ചേർന്നാണ് ആ യാത്രയെ അവിസ്മരണീയമാക്കിയത്. കുമരകത്തോട് അടുക്കുമ്പോൾ തെളിഞ്ഞ നീല നിറം ഒരു വിസ്മയമായിരുന്നു. ആ നീലിമയിൽ വെളുത്ത മേഘങ്ങൾ ചിത്രപ്പണികൾ പോലെ നീങ്ങുന്നത് കാണാൻ വല്ലാത്തൊരു ഭംഗി. കായലിന്റെ തീരത്തുടനീളം നിറഞ്ഞു നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ പച്ചയുടെ പല ഷെയ്ഡുകൾ നൽകി. സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന തെങ്ങോലകൾ കായൽ സൗന്ദര്യത്തിന് ഒരു മാറ്റുകൂട്ടി. ഈ കാഴ്ചകൾ ചേർന്ന് കുമരകത്തേക്കുള്ള ഞങ്ങളുടെ യാത്രയെ അവിസ്മരണീയമായ ഒരനുഭവമാക്കി. തീരത്തുള്ള മരങ്ങളും പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളും കായലിന് ഒരു പ്രത്യേക ഭംഗി നൽകി. പ്രത്യേകിച്ചും മാവുകൾ, മരച്ചില്ലകളിൽ സ്വർണ്ണ നിറമാർന്ന മാമ്പഴങ്ങൾ തിളങ്ങുന്നത് ഒരു പ്രത്യേക ഭംഗി നൽകി. പച്ചപ്പും മാമ്പഴങ്ങളുടെ നിറപ്പകിറ്റും ചേർന്ന് കുമരകത്തേക്കുള്ള യാത്രയെ കൂടുതൽ അവിസ്മരണീയമാക്കി. കായലിന്റെ ശാന്തതയും ഈ പ്രകൃതി ഭംഗിയും ചേർന്നുള്ള അനുഭവം ശരിക്കും ഉണരുന്ന ഒരു സ്വപ്നം പോലെയായിരുന്നു. വേമ്പനാട് കായലിന്റെ തീരത്ത് ഞങ്ങൾ ബോട്ടും കാത്തു നിൽക്കുകയായിരുന്നു. ശാന്തമായ കായലിന്റെ വെള്ളത്തിന് ഒരു പ്രത്യേക നീലിമയായിരുന്നു. സൂര്യരശ്മികൾ ആ വെള്ളത്തിൽ തട്ടിത്തെറിച്ച് മിന്നിത്തിളങ്ങുന്നത് കാണാൻ വല്ലാത്തൊരു ഭംഗി. ഞങ്ങൾ ബോട്ടിൽ കയറി യാത്ര ആരംഭിച്ചപ്പോൾ ഇഴാമ്പലുകളെയും നീർക്കാക്കകളെയും ഒക്കെ കണ്ടത് ഒരു പുതിയ അനുഭവമായി. ചിലപ്പോൾ കൂട്ടമായി പറക്കുന്ന പക്ഷികളും ഒറ്റയ്ക്ക് നീങ്ങുന്ന പക്ഷികളും ഞങ്ങളുടെ കണ്ണിന് വിരുന്നേകി. കായലിന് നടുവിലുള്ള ചെറിയ ചെറിയ ദ്വീപുകൾ പ്രകൃതിയുടെ മനോഹരമായ സൃഷ്ടികളായി തോന്നി. ഈ യാത്രയുടെ ഓരോ നിമിഷവും അവിടുത്തെ വെള്ളത്തിന്റെ ഭംഗിയും കാഴ്ചകളും ഞങ്ങളുടെ മനസ്സിൽ മായാതെ നിന്നു. ഞങ്ങൾ ബോട്ടിലൂടെയുള്ള യാത്രയിൽ കായലിന്റെ മനോഹാരിതയിൽ